സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയെക്കുറിച്ച് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം, നീ പാർക്കുന്ന ഇടം എനിക്കറിയാം, അത് സാത്താൻ്റെ സിംഹാസനമുള്ള ഇടമാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നീ എൻ്റെ നാമത്തെ മുറുക്ക പിടിച്ചേക്കുക. ഹലോ, സന്തോഷമില്ലേ? എല്ലാവർക്കും സന്തോഷമില്ലേ? ലോപ്പസ് ബ്രദറിനെയും കുടുംബത്തെയും കർത്താവ് വേർതിരിച്ചതിനായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സെഗ്യോൻ മാളിയെ പോലെ ഈ ഭവനം ദൈവം തുറന്നു തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവിടെ വചനം പറയണമെന്ന് അങ്കിളും ആൻറ്റിയും കൂടെ എന്നെ പറഞ്ഞപ്പോൾ എന്നോടൊരു കാര്യം ചോദിച്ചു. പാസ്റ്ററെ, ഞങ്ങൾ ഈ സോഫ ഊതുന്നതിനെക്കുറിച്ച് പാസ്റ്റർ എന്താണ് പറയുന്നത്? പുതിയ നിയമത്തിൽ അതിന് വല്ല വാക്യമുണ്ടോ പാസ്റ്റർ? അതൊന്ന് പറയണമെന്ന് പറഞ്ഞു. പുതിയ നിയമത്തിൽ തമ്പാറടിക്കാനും ബാക്കിയില്ല. കുമ്മനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തമ്പാറടിക്കാൻ ബാക്കിയുണ്ടോ? ചിഞ്ചിലടിക്കാൻ ബാക്കിയുണ്ടോ? ദൈവത്തിന് നമ്മൾ സോഫ ഊതുന്നതോ ചിഞ്ചിലടിക്കുന്നതോ തമ്പാറടിക്കുന്നതൊന്നും അല്ല. നിൻ്റെ മോട്ടീവ് ദൈവം നോക്കുന്നത്. ഇപ്പോൾ സോഫാർ എന്ന് പറഞ്ഞ സാധനം യഹൂദന്മാർ പണ്ട് ഉപയോഗിച്ചിരുന്നതാണ്. പുരാതന കാലം തൊട്ടേ ഉണ്ടത്. അവരുടെ ഫെസ്റ്റിവലിനൊക്കെ അവർ ഇത് ഊതിക്കൊണ്ടാണ് തുടങ്ങുന്നത്. ഇപ്പോഴേ അതിൻ്റെ ഏറ്റവും കൂടിയ സാധനമൊക്കെ അവരുടെ ഇരിപ്പുണ്ട്. അതിനൊക്കെ ലക്ഷങ്ങൾ വിലയാണ്. വേണമെങ്കിൽ അങ്ങൾ അതുകൂടെ ഒന്ന് മേടിച്ച് എല്ലാ ദിവസവും നീട്ടി ഊതുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. ശത്രുവിനെ ജയിക്കാനുള്ള മാർഗം അതല്ല, യേശുവിൻ്റെ ബ്ലഡാണ്, യേശുവിൻ്റെ നാമമാണ്. ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ കാഹള ഊതി അവർ ദൈവത്തെ സ്തുതിച്ചു. കാഹളനാദത്തോടുകൂടി അവനെ സ്തുതിക്കണം, കൈത്താളങ്ങളോടുകൂടെ സ്തുതിക്കണം. ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ കൈ അടിച്ച് പാടാൻ ദൈവത്തിൻ്റെ വായനത്തിൽ പുതിയ നിയമത്തിൽ ഒരു വാക്യം കാണിക്കാം, കൈ അടിച്ച് പാട്ട് പാടാൻ. ഇതെല്ലാം ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ നിന്ന് എടുത്തതാണ്. ഹല്ലേലൂയ. ചിലർ പറയാറുണ്ട് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് വേണ്ട, ന്യൂ ടെസ്റ്റ്മെൻറ്റ് മതി. പിന്നെ എന്തിനാ ഈ ഓൾഡ് ടെസ്റ്റ്മെൻറ്റും കൊണ്ട് നടക്കുന്നത്? സ്തോത്രം. ഒരിക്കൽ ഞാൻ ചർച്ച ഇരിക്കുമ്പോൾ, ദേശത്തു ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, പിന്നെ എൻ്റെ ശത്രുക്കളെ പിന്നെ ആയിത്തീരും. അത് പാടല്ലെന്ന് പാടിക്കഴിഞ്ഞപ്പോൾ ഒരാൾ ലാസ്റ്റ് പ്രസംഗിച്ചപ്പോൾ വെട്ടി. ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാ ആവർത്തന പുസ്തകം വായിക്കുന്നത്? നിൻ്റെ മാവ് ഉഴകുന്ന തൊട്ടി അനുഗ്രഹിക്കപ്പെടും. എന്തിനാ അത് വായിക്കുന്നത്? സ്തോത്രം. പഴയ നിയമം വായിക്കാമെങ്കിൽ പാട്ട് പാടി എന്താ കുഴപ്പം? പഴയ നിയമമായാലും പുതിയ നിയമമായാലും ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ യേശുവിനെ നമ്മൾ ഉയർത്തുക. ജീസസ്. ഹല്ലേലൂയ. ഇന്ന് ആത്മീയ ലോകം മതമായി മാറിക്കൊണ്ടിരിക്കുക. മതം, നോട്ട് ഹോളി സ്പിരിറ്റ്. അവിടെ പരിശുദ്ധാത്മാവില്ല പലയിടത്തും. അതിനെക്കുറിച്ച് പറഞ്ഞ് വെള്ളമില്ലാത്ത ഓടുന്ന മേഘങ്ങൾ കണ്ടാൽ തോന്നും മഴ പെയ്യുമെന്ന്. പക്ഷേ അതിനകത്ത് വെള്ളത്തിൻ്റെ അംശമില്ല. ഗൾഫിലൊക്കെ പോയാൽ പറ്റും, ആകാശത്ത് മേഘം കയറി നിൽക്കുക, പക്ഷെ മഴ പെയ്യത്തില്ല. വെള്ളമില്ലാത്ത മേഘങ്ങൾ. വെള്ളവും കാണിക്കുന്ന ഹോളി സ്പിരിറ്റിനെയാണ്. ഹോളി സ്പിരിറ്റ് ഇല്ലാത്ത ആരാധനയല്ല. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ച് 2 പാട്ട് പാടി. ഒരിക്കൽ ചർച്ചിൽ ഞാൻ ഒരു പാട്ട് പാടിയുള്ളൂ, ഗസ്റ്റ് കൂടുതലുണ്ട്. അടുത്ത സെക്രട്ടറിനൊക്കെ പാസ്റ്റർ എന്നാ 2 പാട്ട് പാടാഞ്ഞ്? എല്ലാം ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പോവുക. ദൈവമക്കളെ, പരിശുദ്ധ ഹോളി സ്പിരിറ്റ് നമ്മളെ നടത്തട്ടെ. കാഹള ഊതിയും കൈ അടിച്ചും, സ്തോത്രം, സോഫാർ ഊതിയും തമ്പാറടിച്ചും ഗിത്താർ അടിച്ചും ആദിവാസികൾ സ്റ്റീൽപാത്രത്തിൽ അടിച്ചാണ് ആരാധിക്കുന്നത്. ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൻ്റെ മെൻറ്റാലിറ്റിയാണ് നോക്കുന്നത്. സ്തോത്രം. ഇന്ന് പൽക്കാലം ഞാൻ ദൈവത്തിൻ്റെ ആത്മാവി പറയുക, യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം. ഹലോ, കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ എല്ലാ മാസവും കൂടുന്നു. പ്രിയ അങ്കിളിനും ആൻറ്റിക്കും ഭയങ്കര പ്ലാനിങ്ങും ഒത്തിരി ആഗ്രഹം. എനിക്ക് അവരുടെ സംസാരത്തിൽ അല്ലെങ്കിൽ എനിക്കത് മനസ്സിലായി. കാര്യം അവർക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, യേശുവിനെ ഇവിടെ ഉയർത്തണം. നമുക്കൊന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തണം. ഹല്ലേലൂയ. ഇവിടെ വരുന്നവരെല്ലാം ഒറ്റ ഹൃദയത്തോടെ, ശുദ്ധ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ നമുക്ക് ജയമുണ്ട്. ഹല്ലേലൂയ. അത് സോഫാർ ഊതിയാലും വലിയ കൂടിയ ട്രംപറ്റ് മേടിച്ച് ഊതിയാലും എല്ലാം ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ. സ്തോത്രം. ബാംഗ്ലൂരിൽ ഒരു ചർച്ച് ഇത്ര ദിവസത്തിനകം പൊളിച്ചില്ലെങ്കിൽ ഞങ്ങൾ വന്ന് പൊളിക്കുമെന്ന് അവിടെ ഹിന്ദു തീവ്രവാദികൾ ഓർഡർ ഇട്ടു. തിങ്കളാഴ്ച ഹാള് പൊളിക്കാൻ വേണ്ടി അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ ഗവൺമെൻറ്റിനെ സ്വാധീനിച്ച് BJP ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ വരികയാണ്. അവിടെ ആരാധനയ്ക്ക്
ഒത്തിരി ആൾക്കാർ ആരാധിക്കുന്ന ചർച്ചാണ്. അവിടെ എൻ്റെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു ജൂ ഫാമിലി, ഒരു യഹൂദനും അവൻ്റെ ഭാര്യയും കൂടെ അവിടെ ആരാധിക്കുന്നു. അവർ ജീസസിൽ വിശ്വസിക്കുന്നവരാ. അവരവിടെ ചെന്നപ്പോൾ അവർക്ക് ഇത് മനസ്സിലായി, ഇതൊക്കെ പൊളിക്കാനിരിക്കുകയാണ്. അവർ പറഞ്ഞു പാസ്റ്ററോട്, പാസ്റ്ററെ ഞങ്ങൾ ട്രംപറ്റും കൊണ്ടാണ് വന്നത്, ഞങ്ങൾ സ്റ്റേജിൽ കയറി ട്രംപറ്റ് ഊതിക്കോട്ടെ, എന്നിട്ട് ഞങ്ങൾ ഹല്ലേലൂയ പറയിപ്പിച്ചോട്ടെ എല്ലാവരെയും കൊണ്ട് പറഞ്ഞു. അപ്പോൾ ആ വ്യക്തി ഫോറിനർ വന്നിട്ട് സ്റ്റേജിലോട്ട് കയറി വെച്ച് പറഞ്ഞു, ഞാനിവിടെ ട്രംപറ്റ് ഊതാൻ പോവാണ്, ഞാൻ ഓരോ പ്രാവശ്യം ട്രംപറ്റ് ഊതുമ്പോഴും നിങ്ങൾ ഹല്ലേലൂയ വിളിക്കണം. അങ്ങനെ 14,000 പേര് ഇദ്ദേഹം ട്രംപറ്റ് ഊതും, അവർ ഹല്ലേലൂയ വിളിക്കും. ചുരുക്കി പറഞ്ഞ വലിയൊരു ആത്മസാന്നിധ്യം അവിടെ വെളിപ്പെട്ടു. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, അന്ന് ആരാധന കഴിഞ്ഞ് 4 മണിക്ക് അവൻ്റെ പദ്ധതി സാത്താൻ ദൈവം പൊളിച്ചു. ആ ആരാധന പൊളിക്കാനോ ആ ആരാധനാലയം ഇല്ലാതാക്കാനോ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ആൾ രാജിവെച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ട്രംപറ്റൂതിയാലും എന്തൂതിയാലും കൈയടിച്ചാലും പാട്ട് പാടിയാലും ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിൽക്കുന്നെങ്കിൽ നിന്റെ മുമ്പിൽ ചില കോട്ടമതിൽ വീഴുവെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പൽക്കാലം നിന്നോട് ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്നല്ല, നിന്റെ മേൽ ആത്മശക്തി വ്യാപരിക്കുന്നെങ്കിൽ മാത്രമേ ഈ കാലത്ത് നിന്നെ പ്രയോജനപ്പെടുത്താൻ കഴിയത്തുള്ളൂ. ഓ ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഈ യഹൂദന്മാരുമായിട്ട്, ഈ ഇസ്രയേലുമായിട്ട് അറബി രാജ്യങ്ങൾ ചുറ്റും അവർക്ക് സപ്പോർട്ട് ആരുണ്ട്? ട്രംപ് ഇപ്പം പൊളിറ്റിക്സ് കളിക്കുക, ആരുമില്ല അവർക്ക്. പക്ഷേ ഈ കുഞ്ഞൻ രാജ്യത്തെ, ആലപ്പുഴ ജില്ല പോലത്തെ 3-4 ജില്ല കൂടുന്ന ആ കുഞ്ഞൻ രാജ്യത്തെ, ഭൂപടത്തിൽ ഒരു മൊട്ടുസൂചി പോലെ സ്പോട്ട് പോലെ കാണുന്ന ആ രാജ്യത്തെ ജയിക്കാൻ ലോകത്തിലൊരു ശക്തിക്ക് കഴിയുന്നില്ല. സ്തോത്രം. നമ്മൾ മനസ്സിലാക്കണം ദൈവം ആരാന്ന്. നമ്മൾ ആരാധിക്കുന്ന ദൈവം ആര്? നിന്റെ ശക്തിയല്ല, സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ തന്നെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പണ്ട് ഒരു ചർച്ചിൽ ഒരു പുതിയ കുടുംബം ആരാധിക്കുന്നു. ഹല്ലേലൂയ. ആരാധനയ്ക്ക് ചെന്നപ്പോഴേ, ആരാധനയെല്ലാം കഴിഞ്ഞപ്പോൾ ആ കുടുംബം പോയില്ല. താങ്കൾ സാരമില്ല, ആരാധന കഴിഞ്ഞ് അവർ പോകുന്നില്ല. അപ്പോൾ പാസ്റ്ററോട് ചോദിക്കുക, പാസ്റ്റർ ചോദിച്ചു, എന്താ നിങ്ങൾ പോകാത്തതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, എപ്പോഴാണ് ആരാധന തുടങ്ങുന്നതെന്ന്. എപ്പോഴാ? അവരെന്തോ ആകെ കണ്ടത്, പാസ്റ്റർ പ്രാർത്ഥിച്ചു, 2 പാട്ട് പാടി, 2-3 പേര് പ്രാർത്ഥിച്ചു, പാസ്റ്റർ സങ്കീർത്തനം വായിച്ചു, അത് 1 മണിക്കൂർ അങ്ങ് പറഞ്ഞുകൊണ്ട് നിന്നു. 150 സങ്കീർത്തനം ഇല്ലാതെ ആ കുഴഞ്ഞു പോയതിന് ദൈവം മനഃപൂർവ്വം തന്നാ ആ സങ്കീർത്തനം. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമം വിരോധമാണ്, പക്ഷെ സങ്കീർത്തനം വായിച്ച് സമയമെല്ലാം വേസ്റ്റാക്കി കളഞ്ഞ് ഒടുവിൽ തിരുവത്താഴവും നടത്തി പാസ്റ്ററുടെ പ്രസംഗവും കഴിഞ്ഞു എല്ലാവരും വീട്ടിൽ പോയി. അത് ഈ കുടുംബം മാത്രം ചോദിക്കുക, എപ്പോഴാണ് ആരാധന തുടങ്ങുന്നതെന്ന്. ഹല്ലേലൂയ. അവർ വിദേശത്ത് എവിടോ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിച്ചിട്ട് വന്നതാണ്. ദൈവമക്കളെ, നമ്മൾ കൂടുന്നത് എന്തിനാണെന്നറിയാമോ? വർഷിപ്പ് ചെയ്യാനാ. നമുക്ക് യേശുവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. നിന്റെ പൊന്ന് വെച്ചിരിക്കുന്ന ഡിപ്പോസിറ്റ് തുറക്കണം. നിന്റെ മൂരിൻ്റെ പാത്രം തുറക്കണം. നിന്റെ കുന്തിരിക്കത്തിൻ്റെ പാത്രം തുറക്കണം. അവൻ്റെ മുമ്പിൽ കാഴ്ചവെക്കണം. അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീഴണം. വർഷിപ്പ് ചെയ്യുക. നമുക്ക് യേശുവിനെ ആരാധിക്കാം. ഈ പട്ടണത്തിൽ യേശുവിൻ്റെ നാമം ഉയർത്താം. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമുക്ക് റോമാലേഖനം 8-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. റോമാലേഖനം നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു.
പൂർണ്ണ ജയം. ഹലോ, സന്തോഷമില്ലേ? കംപ്ലീറ്റ് വിക്ടറി ത്രൂ ക്രൈസ്റ്റ്. യേശു ക്രിസ്തു മുഖാന്തരം നിനക്ക് പൂർണ്ണ ജയം. ഹലോ, മനസ്സിലായോ? സ്തോത്രം. അയ്യോ, എനിക്കൊരു ജയവും ഇല്ല പാസ്റ്ററേ, ഞാൻ കേട്ടേച്ച് പോയിക്കോളാം. ഉള്ളിൽ യേശു ഉണ്ടെങ്കിൽ, അനുഭവം ഉണ്ടെങ്കിൽ പറയാൻ പറ്റും എനിക്ക് പൂർണ്ണ ജയമാണ്. ഹല്ലേലൂയ. നാം റോമാലേഖനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ ന്യൂ ടെസ്റ്റ്മെന്റിൽ ഏറ്റവും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളതായ ഒരു പുസ്തകമാണ് റോമാലേഖനം. റോമാലേഖനത്തിൽ നിന്ന് അധികം ആരും പ്രസംഗിക്കാറുമില്ല. പക്ഷേ സാത്താൻ്റെ സാമ്രാജ്യത്തിൻ്റെ നട്ടലിളക്കിയ ഒരു പുസ്തകമാണ് ഈ റോമാലേഖനം. കത്തോലിക്ക മതത്തെ ഇളക്കിയതാണ് ഈ റോമാലേഖനം. ഞാൻ പറയാം അതെന്താന്ന്. മാർട്ടിൻ ലൂതർ നവീകരണ പ്രസ്ഥാനത്തിന് ഇറങ്ങിയപ്പോൾ വിറ്റൻബർഗ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നതിന് താൻ ബൈബിള് ഈ റോമാലേഖനം വായിച്ചപ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണം, അന്ന് പാവമോചന ചീട്ട് വിറ്റ് പാവം മോചിക്കുന്ന പോപ്പിൻ്റെ ആധിപത്യമുള്ള കാലത്ത് മാർട്ടിൻ ലൂതർ റോമാലേഖനത്തിൽ നിന്ന് മനസ്സിലായി യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ് പാപത്തെ മോചിക്കുന്നത്. ഓ, അദ്ദേഹം പട്ടണത്തിൽ വിളിച്ചു പറഞ്ഞു, ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിൻ്റെ രക്തമാണ് മോചിപ്പിക്കുന്നത്. താൻ അത് വിളിച്ചു പറഞ്ഞപ്പോൾ അന്നത്തെ റോമാ മതം ഇദ്ദേഹത്തെ എന്ത് ചെയ്തെന്നറിയാമോ? മുടക്ക് ലെറ്റർ കൊടുത്തു. താൻ ഈ പ്രൊഫസർ ഇദ്ദേഹം എന്ത് ചെയ്തു? മുടക്ക് ലെറ്റർ കത്തിച്ച് കളഞ്ഞു, പബ്ലിക്ക് കത്തിച്ച് കളഞ്ഞു. താൻ പ്രസംഗിക്കാൻ തുടങ്ങി, യേശുവിൻ്റെ രക്തമാണ് പാപത്തെ മോചിക്കുന്നത്. ആ പ്രസംഗമാണ് നമ്മൾ ഇവിടെ നിന്ന് ആരാധിക്കുന്നത്. നവീകരണ പ്രസ്ഥാനം അന്ധതയിലിരിക്കുന്ന ജനം റോമാലേഖനത്തിൻ്റെ പഠനത്തിൽ കൂടെ വെളിച്ചം കണ്ടു. റോമിൻ്റെ ആധിപത്യത്തിൻ്റെ മേൽ ശബ്ദം ഉയർത്തുവാൻ തുടങ്ങി. പ്രൈസ് ദ ലോർഡ്. പാപ്പ മതത്തിന് നേരെ ശബ്ദം ഉയർത്താൻ തുടങ്ങി. യേശുവിൻ്റെ രക്തത്താലുള്ള വിടുതൽ പ്രസംഗിക്കപ്പെടാൻ തുടങ്ങി. അങ്ങനെ നവീകരണ പ്രസ്ഥാനം തുടങ്ങി. അങ്ങനെ നവീന സഭകളുണ്ടായി. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയായിട്ട് നമുക്കെല്ലാം ഇവിടെ ഇരിപ്പാൻ ദൈവം കൃപ നൽകിയതിനാൽ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ ഇതിനെക്കുറിച്ച് അത്രയും പറഞ്ഞിട്ട് ഞാനങ്ങ് നിർത്തുന്നു. വിശ്വാസത്താലുള്ള നീതീകരണമാണ് റോമാലേഖനത്തിൻ്റെ വിഷയം. ഇതിനകത്ത് ഈ ഇപ്പോൾ വായിച്ച 8-ാം അധ്യായം 15-ാം വാക്യത്തിൽ നിങ്ങൾ പിന്നെ ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നു. ഇത് പുത്രനും പുത്രിയും എന്നുള്ളൊരു പദവിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നു. നമ്മൾ കുറിവാക്യം മറക്കല്ലേ, പൂർണ്ണ ജയമാണ് നമ്മുടെ വിഷയം. ആർക്കാണ് പൂർണ്ണ ജയം? തൻ്റെ മക്കൾക്ക്. അതാണ് അവിടെ പറയുന്നത്. നമ്മൾ ദാസനല്ല, നമ്മൾ പുത്രനും പുത്രിയുമാണ്. നമുക്ക് പറയാം, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പൈതലാണ്. ഹലോ, ദൈവത്തിൻ്റെ പൈതലിന് സാത്താനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? പറ. എനിക്ക് ഇത്രയും ചർച്ച് മിനിസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയാം, ഏറ്റവും കൂടുതൽ ഉപവാസ പ്രാർത്ഥന വെക്കുന്നത് സാത്താൻ പിടിക്കാൻ വരുന്നെന്ന് പറയുമ്പോഴാണ്. ദൈവമക്കളെ, നീ സാത്താനെ ഭയപ്പെടരുത്. സാത്താൻ പരാജയപ്പെട്ടവനാണ്, എന്ന ജയിച്ചവൻ യേശുവാണ്. നിന്റെ ലീഡർ ജയിച്ചവനാണ്. അവൻ കാൽവറിയിൽ ജയിച്ചവനാണ്. അവന്റെ ബ്ലഡ് കൊണ്ടാണ് നിന്നെ വീണ്ടെടുത്തത്. അതാണ് നമ്മുടെ കോൺഫിഡൻസ്. അതായിരിക്കണം എപ്പോഴും ഉള്ളിൽ ഇരിക്കേണ്ടത്. ഞാൻ യേശുവിൻ്റെ മകനാണ്. അതിൻ്റെ 2-ാമത്തെ പാർട്ടിലേക്ക് വരുമ്പോൾ നിനക്ക് തേജസ്, വെളിപ്പെടുവാനുള്ള തേജസ് മക്കൾക്ക് എന്ത് വെച്ചിരിക്കുന്നു? പറ. ദൈവത്തിൻ്റെ തേജസ് വെച്ചിരിക്കുന്നു. തേജസ് എങ്ങനാ? നാം യേശുവിനെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നമ്മൾ അന്ന് മുഖാമുഖമായിട്ട് കാണും. എപ്പോഴാണെന്നറിയാമോ? ദൈവ തേജസ്സിനാൽ നമ്മൾ നിറയുമ്പോൾ. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ തേജസ് നമ്മളിൽ നിറയുമ്പോൾ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തേജസ്. ഇപ്പം നമുക്ക് ദൈവത്തിൻ്റെ തേജസ് നമ്മുടെ ശരീരത്തിലൊന്നും കാണാനില്ല, പക്ഷെ ഉള്ളിൽ നിത്യജീവനുണ്ട്. കർത്താവിൻ്റെ കാളശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ശരീരം തേജസ്കരിക്കപ്പെടും. നമ്മുടെ കണ്ണിൻ്റെ സ്ഥിതി മാറും. അപ്പോൾ നമുക്ക് കർത്താവിനെ മുഖമായിട്ട് കാണും.
ആ നാൾ അടുത്തു പോയതിനാൽ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ. അപ്പോൾ മക്കളാണ്, നമുക്ക് തേജസ് പ്രോമിസ് ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് 24 വാക്യത്തിൽ അതിനിടയ്ക്ക് ഒത്തിരി കാര്യമുണ്ട്. ആത്മാവെന്ന ആദ്യദാനം നമുക്ക് ലഭിച്ചിരിക്കുന്നു. 24 വായിക്കുമ്പോൾ പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഹോപ്പുണ്ട്. ലോകമനുഷ്യന് ഹോപ്പില്ല. സ്തോത്രം. അച്ഛനെ കഴിഞ്ഞ ഒരു ദിവസം അടക്കിയപ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവമേ ഇവിടെ വരെ ഉള്ളൂ. അവർ പറയുന്നു ഇവിടെ വരെ ഉള്ളൂ, ഒരു ശവകുടീരമേ ഉള്ളൂ. നമ്മളെന്ത് പറയും? വീണ്ടും കാണാം. അതാണ് ഹോപ്പ്. നമുക്കൊരു ഹോപ്പുണ്ട്. ശേഷമുള്ള മനുഷ്യനെ പോലെ നമ്മൾ വിലപിക്കാത്ത തന്നെ നമുക്ക് ഹോപ്പുണ്ട്. ഹല്ലേലൂയ. ആർക്കാണ് ജയം? മക്കൾക്ക് ജയം. തേജസ് നമുക്ക് വേണ്ടി പ്രോമിസ് ചെയ്തിരിക്കുന്നു. ആത്മാവിനെ തന്നിരിക്കുന്നു. പ്രത്യാശ തന്നിരിക്കുന്നു. ഹല്ലേലൂയ. 26 വാക്യത്തിൽ ആത്മാവ് അവണ്ണം തന്നെ ആത്മാവ് ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. ആത്മാവ് ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. അടുത്ത വാക്യം കൂടെ വായിച്ചാട്ടെ. വീണ്ടും പോലെ അറിയുന്നില്ലല്ലോ. നമ്മളൊരു കാര്യം നാം മനസ്സിലാക്കണം. ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. ഒരാൾ വീടി വലിച്ചാൽ അതിന് തുണ നിൽക്കുന്നതെന്നല്ല അതിൻ്റെ അർത്ഥം. കള്ളു കുടിച്ചു പോയി, അറിയാതെ കുടിച്ചു പോയി, ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നതെന്നല്ല അതിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പാപം കടന്നു വരാം. നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞിട്ടില്ല. നമ്മൾ തെറ്റിപ്പോകുന്നവരാണ്, ജീവിതത്തിൽ കുറവുകളുള്ളവരാണ്. പക്ഷേ ദൈവസന്നിധി വരുമ്പോൾ ആത്മാവ് ഞരങ്ങിക്കൊണ്ട് പറയും, ദൈവമേ അങ്ങയുടെ രക്തം കൊണ്ട് വീണ്ടെടുത്ത മുതലാണ്, ഇതിനെ നശിപ്പിച്ച് കളയല്ലേ, നിന്റെ കോപത്തിൻ്റെ വടി കൊണ്ട് അടിക്കല്ലേ. ദാറ്റ് ഈസ് ഗ്രേസ്. അതാണ് ദൈവത്തിൻ്റെ ഗ്രേസ്. നമ്മളോട് കരുണ കാട്ടുന്നു. നമ്മുടെ ബലഹീനതയ്ക്ക് നമ്മുടെ ഹോളി സ്പിരിറ്റ് നമ്മളോട് കരുണ കാട്ടുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്തെന്ന് പ്രാർത്ഥിക്കണം നമുക്കറിയത്തില്ല. അവിടെ എഴുതിയിരിക്കുന്നു, വായിച്ചാട്ട്. ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ഉച്ചരിച്ചു കൂടാത്ത അടുത്ത വായിച്ചോ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എന്തോ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചിട്ട് ആമീൻ പറയും. പക്ഷേ എന്നിലുള്ള ഹോളി സ്പിരിറ്റ് അതർ ടങ് വഴി അന്യഭാഷ പറയാൻ തുടങ്ങും. എനിക്ക് മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ. സ്റ്റീഫൻ പാസ്റ്റർ നാളെ നേരം വെളുക്കുമ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ എന്തെല്ലാം സംഭവിക്കുന്നു, അനർത്ഥം വരുന്നെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ അന്യഭാഷ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ആത്മാവ് എന്നിൽ കൂടെ ഞരങ്ങിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ ദാസൻ നാളെ പോകുമ്പോൾ വഴിയിലുള്ള അനർത്ഥങ്ങൾ മാറട്ടെ. തങ്കുക്കുട്ടൻ പാസ്റ്ററും സിസ്റ്ററും കൂടെ വലിയൊരു അനർത്ഥത്തിൽ പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തലേ ദിവസം നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ കൂടെ പ്രാർത്ഥിച്ച് കാണൂ. ഒരു വലിയ അനർത്ഥം എൻ്റെ ദാസന് നേരെ കടന്നു വരുന്നു, മരണത്തിന് ഞാൻ കൊടുക്കയില്ല. ദൈവത്തിൻ്റെ മക്കളെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുകയും നമ്മുടെ തെറ്റുകൾ കുറവുകളെല്ലാം ദൈവത്തിൻ്റെ സന്നിധി ചെല്ലാൻ നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഒത്തിരി ഉണ്ട് കേട്ടോ. മോശയുടെ ശരീരത്തിന് വേണ്ടി നമുക്ക് വേണ്ടി വാദിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മളെ മക്കളാണ് നമ്മൾ. വീട്ടിലെ TV പൊട്ടിച്ചെന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ തല്ലിക്കൊല്ലുവോ? സ്തോത്രം. ഗ്ലാസ് പൊട്ടിച്ചത് കൊണ്ട് കൊച്ചുമോനെ കാലെ പിടിച്ച് നിലത്തടിക്കുവോ? സ്വത്രം. മോനൊരു നമ്മുടെ വണ്ടി കിടന്ന് 5 ലക്ഷം രൂപ മോൻ കൊണ്ട് തൊലച്ചെന്നും പറഞ്ഞ് അവനെ തള്ളിക്കളയുവോ? നോ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുണ്ടെങ്കിലും ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യും. ഇവനെ തേജസ്സോടെ നിർത്തേണ്ടവളാണ്, ഇവനെ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് വിടുവിക്കണേ. സ്തോത്ര. അപ്പോൾ ആത്മാവ്, നിങ്ങൾ അന്യഭാഷയെ പ്രാർത്ഥിക്കണം. അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റും, പക്ഷേ ആത്മാവി പ്രാർത്ഥിക്കണം, അഭിഷേകം പ്രാപിക്കണം, അന്യഭാഷയെ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇത് ആത്മീയർക്ക് ഇത് ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. ജഡീയർക്ക് ജഡീയമായ ചിന്ത വരത്തുള്ളൂ.
ആത്മാവിൽ വിവേചിക്കേണ്ടതാകെ ഇത് ആത്മാവിൽ എടുക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇനി അർത്ഥത്തിലേക്ക് വരാം. 30-ാമത്തെ ഭാഗ്യം പെട്ടെന്ന് വായിച്ചുകൊണ്ട് പോകാം. മൂന്ന് പ്രോസസ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. ഒന്ന്, അന്ധകാരത്തിൽ നിന്ന് നിന്നെ വിളിച്ചു. ആ മുൻനിയമിച്ചവരെ എന്ത് ചെയ്തു? വിളിച്ചത് കൊണ്ടാണ് ലോപ്പസ് ബ്രദറിൻ്റെ വീട്ടിൽ ഈ വീട്ടിൽ യോഗം നടക്കുന്നത്. വിളിച്ചു. മുന്നോട്ട് നോക്കിയിരുന്നെങ്കിൽ അത് വിടത്തില്ല. സോഷ്യൽ സെക്യൂരിറ്റി വിടത്തില്ല. നല്ല ആരാധന, നല്ല ചർച്ച, നല്ല സെമിട്രി, നല്ല കല്യാണം, നല്ല കാര്യങ്ങൾ, നല്ല സ്ഥാനം, നല്ല മാനം വിടത്തില്ല. പക്ഷെ മുൻ നിയമിച്ചവനെ വിളിക്കും. ഹലോ, നീ വിളി കേട്ടിറങ്ങിയതാണ്. മുൻ നിയമിച്ചവരെ വിളിക്കും, വിളിച്ചവരെ നീതീകരിക്കുക. റൈച്ചസ്നെസ് അതെവിടെ? ഹാലുല, അത് നമ്മൾ ക്രോസിലാണ് കാണുന്നത്, ക്രൂശിലാണ് ഇത് കാണുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കോർട്ടിൽ സാത്താൻ നമ്മളെ കൊണ്ട് നിർത്തി വെച്ച് പറഞ്ഞു ഇവൻ പാപിയാണ്. എന്നാൽ യേശു നമുക്ക് വേണ്ടി പറഞ്ഞു എൻ്റെ ബ്ലഡാണ് ഇവനെ വീണ്ടെടുത്തിരിക്കുന്നത്. ഇന്ന് സാത്താനോട് പറ, യേശുവിൻ്റെ രക്തമാണ് എന്നെ വീണ്ടെടുത്തത്. സാത്താനെ, നിന്റെ അവകാശവാദങ്ങൾ എൻ്റെ മേൽ നടക്കത്തില്ല. ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു അമ്മച്ചി എന്നോട് പറയാം, ഞങ്ങളുടെ അയലോകത്തെ ഒരാളുണ്ട്, കൂടോത്രം ചെയ്യുന്നുണ്ട്, സാത്താൻ ഞങ്ങളുടെ വീട്ടിൽ കയറി മറിയുക പാസ്റ്ററേന്ന്. സ്വത്ര. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മച്ചി, എൻ്റെ വീട്ടിൽ സാത്താൻ കയറി മറിയുന്നില്ലല്ലോ. എൻ്റെ അടുത്തും അങ്ങനെയുള്ളവരുണ്ട്, പക്ഷെ എന്നെ അവർക്ക് പേടിയാ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പപ്പ പാസ്റ്ററാണ്. ഞങ്ങൾ കടങ്ങന്നൂർ സഭയിൽ താമസിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്തൊരു ഇതുപോലെ വിച്ച് ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തെ ആ മനുഷ്യൻ എല്ലാ ദിവസവും 5 പൈസയും 10 പൈസയും നാണയങ്ങൾ ഞങ്ങളുടെ മുറ്റത്ത് കൊണ്ടിടും. അന്ന് 10 പൈസയ്ക്കൊക്കെ വിലയുള്ള കാലമാണ്. ഒരു 40-45 കൊല്ലം മുമ്പ് 10 പൈസ 25 പൈസ ഒക്കെ കൊണ്ടിടും. അത് എടുക്കുമ്പോൾ അനർത്ഥം വരുമെന്നാണ് ഇവൻ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് ഇവൻ കൊണ്ടിട്ടാണോ എന്ന് ഞങ്ങൾക്കറിയത്തില്ല, പക്ഷേ എൻ്റെ കയ്യിൽ ആ പൈസ കിട്ടും. അന്നത്തെ കാലത്ത് മുട്ടായി മേടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചു മാടക്കടയുണ്ട്, അവിടെ പോയി ഞാൻ ചക്രമുട്ടായി മേടിച്ചത് കഴിക്കും. എനിക്കൊരു കുഴപ്പവും പറ്റിയില്ല. അവൻ ജപിച്ചിട്ട പൈസ ഇട്ടതുകൊണ്ട് എനിക്കൊരു കുഴപ്പം പറ്റി. അവൻ എന്നോട് പറയുകയാണ്, ഈ പൈസ എടുക്കുന്ന ആരാ നിങ്ങളുടെ വീട്ടിൽ? ഞാൻ പറഞ്ഞു, ഞാനാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് തുറന്നു പറഞ്ഞു, ഞാനാണ് കൊണ്ടിടുന്നതെന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അവൻ്റെ പദ്ധതി എൻ്റെ മേൽ നടന്നില്ല. എന്നാണെന്നറിയാമോ? അവൻ്റെ യേശുവിൻ്റെ ബ്ലഡ് എൻ്റെ ശരീരത്തുണ്ട്. എൻ്റെ മേൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ അടയാളമുണ്ട്. യേശുവിൻ്റെ രക്തമാണ് എന്നെ വീണ്ടെടുത്തത്. ഈ പട്ടണത്തിൽ ഞാൻ താമസിക്കുമ്പോൾ ഒരു വാഴ്ചയ്ക്കും അധികാരത്തിനും എന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഓ റബരശതന, നീ റോഡിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ, ഓ ഹല്ലേലൂയ, ഓ റീകട മനശിയാരക, എല്ലാവരും ആരാധിച്ച് ജയമെടുത്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ ആ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഹല്ലേലൂയ, നിന്നെ ദൈവം വിളിച്ചു നീതീകരിച്ചു. നീതീകരിച്ചവരെ അടുത്തത് എന്ത് ചെയ്യുക? അവിടെയാ കുഴപ്പം പറ്റിയത്. എന്നെ വിളിച്ചു, ഞാൻ രക്ഷിക്കപ്പെട്ടു, ദൈവപൈതലായി. തേജസ്കരണം എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയത്തില്ല പാസ്റ്ററെ. സ്തോത്രം. അത് ആത്മാവിൻ്റെ ആഴത്തിലോട്ട് ചെല്ലണം. തേജസ്സിന്മേ തേജസ്. ഇന്നലത്തെ കൃപയല്ല, ഇന്നൊരു പുത്ത കൃപ. ഇന്നത്തെ കൃപയല്ല ഇന്നത്തെ കൃപയല്ല നാളെ. ഓരോ ദിവസം കഴിയുന്നോറും പവറായിരിക്കണം യേശുവിൻ്റെ നാമത്തിൽ. ഈ യൂട്യൂബൊക്കെ കാണുമ്പോൾ അതും ഇതുമൊക്കെ കണ്ട് സമയം കളയല്ലേ. പോഷ്കിൻ്റെ ആത്മാവാണ് ഇതിനകത്തൂടെയൊക്കെ വ്യാപരിക്കുന്നത്. ഇരുട്ടിൻ്റെ ആധിപത്യമാണ് ഇതിനകത്തൂടെ വ്യാപരിക്കുന്നത്. ഇതൊന്നും കേട്ട് ദൈവമക്കൾ അവരുടെ മൈൻഡ് സെറ്റ് കളയരുത്. നീ ദൈവമായിട്ട് ഒരു റിലേഷൻ, ദൈവമായിട്ടൊരു ബന്ധം ഇന്ന് പകൽക്ക് രാത്രി മുതൽ ഇവിടെ വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു, ഈ പട്ടണത്തിനകത്ത് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അത് തേജസ് പ്രാപിക്കണം. ദൈവമക്കൾ ഓരോ ദിവസം കഴിയുന്തോറും തേജസ് പ്രാപിക്കണം. വാഴ്ത്തുക നീ മനമേ. പോട്ടെ, പാട്ട് കുഴപ്പമുണ്ടെന്നും അല്ല ഞാൻ പറഞ്ഞ്. ഇത് പാടിക്കൊണ്ടിരിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. സ്തോത്രം. ആത്മീയ ഗീതങ്ങളാലും. അതാരാ? കെ വി സൈമൻ സാറ് പാടിയത് പാടിക്കൊണ്ട് നടക്കാനല്ല വിളിച്ചത്.
അവരൊക്കെ അനുഭവത്തിൽ പാടി. അനുഭവത്തിൽ പലരും പാട്ട് പാടി സിയോൻ ഗീതാവലിക്കകത്ത് നിറച്ചുകൊണ്ട് ഞാൻ ക്രിറ്റിസൈസ് ചെയ്യല്ല. ദൈവമക്കളെ, അത് പാടുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. ഞാൻ ബുദ്ധി കൊണ്ട് അത് പാടും. പക്ഷേ എനിക്ക് വേറൊരു പാട്ട് ആത്മാവിലുണ്ടായിരിക്കണം. അവർക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. ഈ കാലത്ത് പരീക്ഷ കൂടിക്കൊണ്ടിരിക്കുക, വിശ്വാസത്യാഗം കൂടിക്കൊണ്ടിരിക്കുക, ആത്മീയ ഉറക്കം എല്ലായിടത്തും വ്യാപരിക്കുക. ഇതിൻ്റെ നടുവിൽ മണവാളന്റെ ആർപ്പ് വിളി കേൾക്കുവാൻ, തേജസ് പ്രാപിപ്പാൻ എത്ര പേര് ഏൽപ്പിക്കപ്പെടും? പിടിച്ചു, എത്ര പേര് ഏൽപ്പിക്കപ്പെടും? ഇത് കൂടെ കൂടെ കേൾക്കുന്നതിന് കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇത് ഞാൻ ഇങ്ങനെ പറയണമെന്നുള്ളതാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എല്ലാവരും ഒന്ന് ഏറ്റെടുക്കണം ഈ പറയുന്നത്. തേജസ്കരണം പ്രാപിക്കണം. എന്നിട്ട് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ മക്കളാണ്, നമുക്ക് തേജസ് പ്രോമിസ് ചെയ്തിരിക്കുന്നു, നമുക്ക് പ്രത്യാശയുണ്ട്, നമുക്ക് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവുണ്ട്, പിന്നെ നിർണയപ്രകാരം സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു, നമ്മളെ വിളിച്ചിരിക്കുന്നു, നമ്മളെ നീതീകരിച്ചിരിക്കുന്നു, നമ്മളെ തേജസ്കരിച്ചിരിക്കുന്നു. ഹലോ, സ്തോത്രം പറഞ്ഞാട്ടെ. തേജസ്കരിക്കപ്പെട്ട നമ്മൾ ഇനി അടുത്തതിലേക്ക് നമുക്കൊന്ന് കയറാം. 35-ാം വാക്യം. ഞാൻ ഇടയ്ക്കൊന്നും പറയുന്നില്ല, ഞാൻ ഇതെല്ലാം മുഖവര പറഞ്ഞ് വിടുന്നതേ ഉള്ളൂ. 35-ാം വാക്യം. ഇതിനെ എല്ലാം കവർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തുവാ? ഓ, എൻ്റെ കർത്താവിൻ്റെ സ്നേഹമാണ്. എന്തുവാ കർത്താവിൻ്റെ സ്നേഹം? കർത്താവിൻ്റെ സ്നേഹം ഒരാൾ കയറിയ എങ്ങനാ? എടാ, ഈ 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. കല്ലറയല്ലേ യേശുവിനെ കാണാൻ ആദ്യം ചെന്ന ആരാ? മറിയമാരല്ലേ? ഓ, അവിടെ ആര് കാവൽ നിൽക്കുക? റോമൻ പട്ടാളക്കാരെന്ത് ചെയ്യുക? കാവൽ നിൽക്കുക. മറിയ എന്നിട്ട് സ്ത്രീകൾ എന്നിട്ട് എന്താ പറഞ്ഞു? ഞങ്ങളുടെ ഗുരുവിനെ എവിടെ വെച്ചു? പറയുക, ഞങ്ങൾ എടുത്തോണ്ട് പോയിക്കളാന്ന്. അവരെ കൊണ്ട് പറ്റുമോ ആ പുരുഷന്റെ ശരീരം എടുത്തോണ്ട് പോകാൻ? ഹലോ, പ്രാക്ടിക്കലി ഒന്ന് ചിന്തിച്ചേ. ഇരുട്ടുള്ളപ്പോഴാണ് അവർ കല്ലറ ചെന്നത്. അതാണ് ദൈവത്തോടുള്ള സ്നേഹം. എന്ത് പ്രതികൂലം വന്നാലും യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. കാര്യം അവന്റെ ബ്ലഡിൽ കൂടെയാണ് ഞാൻ ജനിച്ചത്. ഞാൻ അവന്റെ മകനാണ്. ഓ റീകാഡാബാര ശാന്തരാറബ ഓ റിബല ഗൗഡൽ ശീലറബാല നീലവര ഹൗഡല റിബല ഖൗസരാർ ഓ റിബല ഗഡഗ ശാന്തരാറബാല. Yes, right. Hallelujah. Oh Jesus. നമുക്ക് ജയമുണ്ട്. ഹല്ലേലൂയ. നിന്റെ നിമിത്തം ഞങ്ങളെ എന്ത് ചെയ്യുന്നു? ഇടവിടാതെ കൊല്ലുകയാണ്. അറുക്കാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുകയാണ്. അംഗീകരണം വേണമെന്ന് പോലും സൊസൈറ്റിയിൽ. ഇപ്പോൾ പെന്തിക്കോസുകാർക്ക് അംഗീകരണം വേണം സമൂഹത്തിൽ. നമ്മളെ ആക്ച്വലി എന്താ വിളിച്ചിരിക്കുന്നത്? അപ്പോസ്തലപ്രവൃത്തി നമ്മുടെ പേരെന്തുവാ? ക്രിസ്ത്യാനികളെന്നാ. പെന്തിക്കോസുകാരെന്ന് എവിടെയും എഴുതിയിട്ടുണ്ട്? ഒറ്റ വാക്യം തരാമോ നമ്മളെ പെന്തിക്കോസുകാരെന്ന് വിളിച്ചേ? പെന്തിക്കോസുകാരൻ നമ്മളിട്ട പേരാ. നമ്മുടെ പേര് ക്രിസ്ത്യൻസ് എന്നാ, ഫോളോവേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. ആഫ്രിക്കയിലെ നമ്മുടെ ആൾക്കാരെ അഭിഷേകം പ്രാപിച്ച നമ്മുടെ ആൾക്കാരെ വിളിക്കുന്ന പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻ എന്നാണ് വിളിക്കുന്നത്. പ്രൈസ്തലോ. പെന്തിക്കോസുകാരെന്ന് അവിടെ വിളിക്കത്തില്ല. വിളിച്ചുകൊണ്ട് കുഴപ്പമുണ്ടെന്നല്ല ഞാൻ ഈ പറയുന്നത്. പെന്തിക്കോസ് എന്ന് പറഞ്ഞ ഒരു പെരുന്നാളാണ്. ചില പറയും എനിക്ക് പെന്തിക്കോസിൻ്റെ ശക്തി തരണേ, പെരുന്നാളിൻ്റെ ശക്തി വേണമെന്നാണ് പറയുന്നത്. പെന്തിക്കോസ് നാളിൽ ഇറങ്ങിയ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എനിക്ക് തരണേ, അതാ നമുക്ക് വേണ്ടിയത്. പെന്തിക്കോസിൻ്റെ പവറൊന്നും നമുക്ക് വേണ്ട. പെന്തിക്കോസ് നാളിൽ പകർന്ന ഹോളി സ്പിരിറ്റ് നമുക്ക് വേണം. യെസ്, യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ രൂപാന്തരപ്പെടണം. ഇവിടെ ഞങ്ങളെ താഴ്ത്തിക്കെട്ടിയാലും ഞങ്ങൾക്ക് വിഷയമല്ല. ഇപ്പം വേണ്ട കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു. സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴേ ചാനലുകളൊക്കെ പറഞ്ഞു തുടങ്ങി ഇത് കത്തോലിക്കരല്ല ഇത് ചെയ്യുന്നത്, ഇത് പെന്തിക്കോസുകാരാണ് ചെയ്യുന്നതെന്ന്. നിങ്ങളാരും കേട്ടോ അത്? അടി തുടങ്ങാൻ പോവുക.
ദൈവമക്കളെ, ഈ പറയുന്ന പോലൊന്നും അല്ല. അവസാനം ഒറ്റപ്പെടുന്നത് വിളിക്കപ്പെട്ടവരാണ്. തേജസ്സിനാൽ ഒരുക്കപ്പെട്ടവര്. ഇവരെവിടെ നിന്ന് വരുന്നവർ? ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് കയറി വരുന്നവർ. നമ്മളെ സ്വീകരിപ്പാൻ നമ്മുടെ പ്രാണപ്രിയൻ അവിടെ ഉണ്ട്. മരണം വന്നാലോ, രോഗം വന്നാലോ, പീഡ വന്നാലോ നമുക്കത് വിഷയമല്ല. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയട്ടെ. ഇന്നൊരു പ്രതികൂലം വന്നാൽ 90% എൻ്റെ ചിന്താഗതി പറയാണ്, ആ പ്രതികൂലത്തിൻ്റെ മുമ്പ് നിൽക്കാനുള്ള വിദ്യ പ്രയോഗിക്കും. ഹല്ലേലൂയ. ഒരു ന്യൂനപക്ഷം മാത്രമേ ഇടുക്കവാതിൽ കൂടെ അകത്ത് കിടക്കാൻ കാണത്തുള്ളൂ. ഇത് ദൂതാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിനകത്ത് എത്ര പേര് നിത്യതയെ കാണുന്നുള്ളത് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇതിനകത്തും ചുരുക്കമാണ്. ഇന്ന് രാത്രി ഞാൻ പറയുകയാണ്, നമ്മുടെ മതം, നമ്മുടെ റിലീജൻ കളയും. പെന്തക്കോസിന്റെ മതം നമ്മൾ കളാം. മതത്തിനകത്തല്ല, അത് പരീക്ഷന്റെ ആത്മാവാ. അവൻ മീശ വെച്ചോ, കറുത്ത ഉടുപ്പാന്നോ ഇട്ട്, വെള്ള ഉടുപ്പാന്നോ ഇട്ടത്? ഹല്ലേലൂയ. ഈ വെള്ളയുടുപ്പ് ഇടുന്നവരോട് ഇടുന്നവർ എന്തിനാ പിന്നെ കറുത്ത പാൻ്റ് ഇടുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം പകുതി വെള്ളയും പകുതി കറുപ്പും. ചുമ്മാ യേശുവിനെ വിഷമിപ്പിച്ച കപടഭക്തിയുടെ ആത്മാവ് വ്യാപരിക്കുക. ഇപ്പം തൊടുന്നതിനെല്ലാം ക്രിറ്റിസൈസുമാണ്. ഈ പരിപാടി കളയണം. വിമർശനത്തിന്റെ ആത്മാവ് പോട്ടെ. വിധിക്കുന്നവൻ ദൈവമാണ്. നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കേ. ഞാനൊരു പ്രവാചക ആത്മാവുള്ളവനോട് ഞാൻ ദൂരൂടെ പറയുന്ന ആളാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാലഘട്ടത്തിലുള്ള കപടഭക്തിയുടെ ആത്മാക്കൾ തെറിച്ചു പോട്ടെ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്. നമുക്ക് താണു വീട് കിടന്ന കര, യേശുവിന്റെ കൃപയ്ക്ക് വേണ്ടി കര, ഹോളി സ്പിരിറ്റിന് വേണ്ടി കര, തേജസ്സിന് വേണ്ടി കര, നിത്യത പോകാൻ കര, യേശുവിന്റെ വരവിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്ക്. തേജസ്സിനായി ഒരുക്കപ്പെടേ. ഇതിൽ കൂടെ ഞാൻ എന്തോ അവിടെ പറയേണ്ടി? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിന്റെ ആദ്യ സ്നേഹം വിട്ടുപോയെന്നൊരു കുറവ് നിന്നെക്കുറിച്ച്. അതാ കുറവ്. എന്തോ ആദ്യ സ്നേഹം? കർത്താവുമായിട്ടുള്ള റിലേഷൻ. അതാണ് ഫസ്റ്റിലെ. ദൈവവുമായിട്ടുള്ള റിലേഷൻ പോയി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഫ്രിഡ്ജ് മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവച്ചിരുന്നാൽ അതിനകത്ത് ചിക്കനോ മട്ടനോ മീനോ വെച്ച് കറണ്ടുമായിട്ട് സപ്ലൈ ചെയ്തില്ലെങ്കിൽ, ബന്ധമില്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് എന്ത് വീട്ടിൽ കയറാൻ പറ്റുമോ? എന്നാൽ പവറുമായിട്ട് ബന്ധം വേണം. നമ്മൾ ദൈവപൈതലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹോളി സ്പിരിറ്റുമായിട്ട് ബന്ധം വേണം. ഇല്ല, ശേഷം മനുഷ്യനെ പോലെ നമ്മളായിത്തീരും. റീകടക. നമ്മുടെ മേൽ ഹോളി സ്പിരിറ്റ് ഇല്ലെങ്കിൽ, നമ്മുടെ മേൽ യേശുവിന്റെ ആത്മാവ് വ്യാപരിക്കുന്നില്ലെങ്കിൽ നമ്മൾ ശേഷം മനുഷ്യനെ പോലെ ലോക മനുഷ്യൻ പറയുന്ന വർത്തമാനം പറയാൻ തുടങ്ങും, ശപിക്കാൻ തുടങ്ങും, പ്രാകാൻ തുടങ്ങും, വായി തോന്നുന്നതെല്ലാം പറയാൻ തുടങ്ങും. എന്താ ഇതിന് കാരണം എന്നറിയാമോ? ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല. സ്തോത്രം. ഹോളി സ്പിരിറ്റ് ഉണ്ടോ? നിന്നെ കൺട്രോൾ ചെയ്യും ഹോളി സ്പിരിറ്റ്. ഞാൻ പറയാം, ഒറ്റ മനുഷ്യൻ്റെ കൺട്രോളിലല്ല നമ്മൾ പോകുന്നത്, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിലാണ്. ആ കൺട്രോളിലുള്ളപ്പോൾ നമ്മൾ സഭയിൽ വരുമ്പോൾ പാസ്റ്റർക്ക് വിധേയപ്പെടും, നമ്മൾ ശുശ്രൂഷയ്ക്ക് വിധേയപ്പെടും, നമ്മൾ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വിധേയപ്പെടും, ദൈവശബ്ദത്തിന് വിധേയപ്പെടും. അത് ഹോളി സ്പിരിറ്റിൻ്റെ ലക്ഷണമാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വിഷയത്തിലേക്ക് വരിക. എന്നാൽ ഈ പുത്രത്വം പ്രാപിച്ച് ഈ തേജസ് പ്രോമിസ് കിട്ടിയവരും അല്ലെങ്കിൽ പ്രത്യാശയുള്ളവർക്കും പരിശുദ്ധാത്മാവുള്ളവരോടൊക്കെ പറയുകയാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാൻ കഴിയും. എന്തൊക്കെ അവിടെ വന്നുകൂടിയെന്നറിയാമോ? കഷ്ടത, സങ്കടം, ഉപദ്രവം, പട്ടിണി, നഗ്നത. ഇതെല്ലാം ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിൽ എല്ലാവർക്കും ഉള്ളതാണ്. കഷ്ടത വരും. പ്രാർത്ഥിച്ചിട്ടൊന്നും മറുപടി ഇല്ലല്ലോ അപ്പച്ചാ. കഴിഞ്ഞ ആൾക്കൊക്കെ ഞാനും വൈഫും കൊടുത്ത് പറയും 3-5 ദിവസം ഇന്ന് ഉപസിച്ച് കഴിഞ്ഞാൽ വിഷയത്തിനൊരു വിടുതല. ഇപ്പം തലയും കുത്തിന്ന് പ്രാർത്ഥിച്ചാൽ വിടുതലില്ല. എന്നാ അതിന് കാര്യമെന്നറിയാമോ? അതിനകത്തൊരു കാര്യമുണ്ട്. ദൈവവുമായിട്ടുള്ള ബന്ധം നമുക്ക് യഥാസ്ഥാനപ്പെടുന്നില്ല. നീ മകനാണെങ്കിൽ മക്കളാണെങ്കിൽ അവകാശിയാണ്. നീ വചനപ്രകാരം ചോദിച്ച് മേടിക്കുക. കാര്യം യേശുവിൻ്റെ നാമത്തിൽ പ്രാപിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കഷ്ടത വരും, പിന്നെ സങ്കടം വരും.
അവൾ എന്തായാലും എന്നോട് അങ്ങനെ ചെയ്തല്ലോ, അവൻ എന്നോട് അങ്ങനെ ചെയ്തല്ലോ, വീട്ടുകാരെന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, സങ്കടം പൊങ്ങി വരും. സങ്കടമോ, പിന്നെ അടുത്തതെന്താ? ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ. ദൈവമക്കളെ, എന്തുമായിക്കോട്ടെ, ഇത് പോളിൻ്റെ അനുഭവമാണ് ഇത്. സ്തോത്രം. അതുകൊണ്ട് ദൈവമേ ചൊല്ലുപാടും, കഷ്ടതയുടെ കയ്പു നീരിൻ പാത്രവും അങ്ങയൻ കാരങ്ങളിൽ കുടിക്കാൻ തന്ന. അപ്പം ദൈവം ഇങ്ങനെ കയ്പ് നീര് വെച്ചുകൊണ്ടിരിക്കുക, നിനക്ക് കുടിക്കാൻ തരാം. യേശു കുരിശിൽ ഇതെല്ലാം കുടിച്ചു തീർത്തു. നിന്നെ കുടിപ്പിക്കുകയല്ല കഷ്ടത. എന്നാൽ ശുശ്രൂഷയിൽ ഇറങ്ങുമ്പോൾ എന്തുണ്ട്? പറ. ശുശ്രൂഷയിൽ ഇറങ്ങുമ്പോൾ കഷ്ടതയുണ്ട്, പട്ടിണി വരും. കാര്യം എന്നാ? നിന്റെ നാമനിമിത്തമാ. യേശുവിൻ്റെ നാമം ധരിച്ചിറങ്ങുമ്പോൾ പറ, കഷ്ടത, വെല്ലുവിളി, സങ്കടം, പീഡനം ഒക്കെ വരും. വരത്തില്ലെന്നാരും പറയല്ലേ. കർത്താവിൻ്റെ നാമത്തിൽ. പിന്നെ ചിലരങ്ങ് ഏൽപ്പിക്കുക കഷ്ടതയ്ക്ക് വേണ്ടി. ഞാനിതാ എന്നെ തന്നെ അങ്ങ് തരുന്നു കഷ്ടതയ്ക്കായി. എന്തിന് ഈ ആവശ്യമില്ലാത്ത പണിയൊക്കെ പിടിച്ച് വീട്ടിൽ വെക്കുന്നത്? പ്രൈസ് ദ ലോർഡ്. യേശുവിൻ്റെ യോഗത്തിന് പോയിരിക്കേ. 3 ദിവസം യോഗം കഴിഞ്ഞപ്പോൾ അവരെ പട്ടിണിയോടെ വിടാൻ എനിക്ക് മനസ്സില്ലെന്നാണ് യേശു പറഞ്ഞത്. സ്തോത്രം. വിഷയം വിട്ടുപോയാലും ഞാനങ്ങ് പറയുക. പ്രൈസലോ. എല്ലാവരും പറഞ്ഞ് ആശീർവാദം പറഞ്ഞ് വിട്ടേക്കാൻ. ശിഷ്യന്മാർ പറഞ്ഞ് ആശീർവാദം പറഞ്ഞ്. അപ്പോൾ യേശു എന്തോ പറഞ്ഞു? പറ, ഇവരെ ഭക്ഷിക്കാൻ കൊടുക്കണം. അത് ഭക്ഷണം ഭൗതികമാണോ? ഭക്ഷണമെന്ന് പറഞ്ഞാൽ ഭൗതിക കാര്യമാണോ? അല്ലയോ? ആണോ? യേശു എന്താ യോഗം കഴിഞ്ഞ് കൊടുത്തത്? വയറ് നിറയാനുള്ള ആഹാരം കൊടുത്തില്ലയോ? യേശു ആഹാരം തരാൻ ശക്തനാണോ? നിന്റെ ഭൗതികം ചെയ്തു തരാൻ ദൈവം ശക്തനാണോ? എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ തൻ്റെ ധനത്തിനൊത്തോണം നീ മഹത്വത്തോടെ ക്രിസ്തേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. നിന്നെ പട്ടിണിക്ക് വിടാൻ അവൻ അനുവദിക്കത്തില്ല. നീ കറുത്ത പുസ്തകം ചുമന്നേച്ച് പരസ്യപരമായി നടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഹലോ, ഇതെല്ലാം കൂടെ ഒന്നിച്ച് പഠിപ്പിക്കരുത്, തെറ്റാത്. യേശുവിൻ്റെ യോഗത്തിൽ എല്ലാവരും തിന്ന് തൃപ്തരായി 12 കൊട്ട. അതിന് വിരോധമായി ഒരു വാക്യം കാണിച്ചു തരാമെങ്കിൽ ഞാനിപ്പോൾ അതിന് സമാധാനം പറയാം. യേശുവിൻ്റെ യോഗത്തിന് 12 ബാസ്ക്കറ്റ് ഫുൾ നിറച്ചു. അക്ഷരീയ അപ്പമാ. അതും ആത്മീയ അപ്പം ഒന്നും ആരും പറയരുത്. അതും ഇപ്പോഴത്തെ പണിയാണ്. ആത്മീയാഹാരം 12 കൊട്ട. എന്തിനാ ഇൻ്റർപ്രട്ടേഷൻ ചെയ്യുന്നത് അങ്ങനെ? അക്ഷരാർത്ഥത്തിലുള്ള ആഹാരമല്ലേ അവിടെ കൊടുത്തത്. അപ്പം യേശുവിൻ്റെ യോഗത്തിന് എന്തുണ്ട്? ആത്മീയാഹാരമുണ്ട്, ഭൗതികാഹാരമുണ്ട്. ഇവിടെ വരുന്നത് തെറ്റെന്നാന്ന് ചോദിച്ചാൽ ആദ്യം ഭൗതികാഹാരമല്ല, ആത്മീയാഹാരമാണ്. പുതിയ നിയമത്തിൽ വരുമ്പോൾ 1-ാം സ്ഥാനം എന്തിനാ? ആത്മീയതയ്ക്കാ, ക്രിസ്തുവിനാ, തേജസ്സിനാ, ദൈവകൃപയ്ക്കാ, പരിശുദ്ധാത്മാവിനാ. 2-ാം സ്ഥാനമേ ഉള്ളത് എന്തുള്ളൂ? ഭൗതികത്തിനുള്ളൂ. എന്നാൽ ഇന്നത്തെ കാലത്ത് ആദ്യം ഭൗതികം കയറിയത് കൊണ്ടാണ് സഭകളെല്ലാം ഇങ്ങനെ ആയിപ്പോയത്. ഭൗതികത്തെ ഡിപ്പെൻഡ് ചെയ്യുക, ഭൗതികത്തെ ആശ്രയിക്കുക. ഭൗതികത്തിൽ ആശ്രയിക്കരുത് കേട്ടോ. അത് നിൻ്റെ പുറകെ വന്നാലും അതിൻ്റെ മുന്നേ കയറാൻ അനുവദിക്കരുത്. അതിനെ കൂടുതൽ സ്നേഹിക്കരുത്. ഹലോ, എനിക്കൊന്നും വേണ്ട, ലോകത്തിലൊന്നും വേണ്ട, യേശു മതിയെന്ന് പറഞ്ഞു. പക്ഷേ ഗേറ്റിൻ്റെ മുന്നിൽ എഴുതി വെച്ചു, ഇവിടെ പട്ടി കൊണ്ട് സൂക്ഷിച്ചോണമെന്ന്. എന്ന് പറഞ്ഞാൽ ഒരു പട്ടിക്ക് പോലും ഇതിനകത്ത് കയറാൻ അനുവാദമില്ല. കാര്യം ഞങ്ങൾ 10 രൂപ എന്ന് കൊടുക്കത്തില്ല, ആർക്കും കൊടുക്കത്തില്ല. തിരുവല്ലായിലെ കോടിക്കണക്കിന് രൂപ പെന്തക്കോസ്തുകാരൻ്റെ കിടക്കുന്ന നോമിനി ഇല്ലാതെ. ഹല്ലേലൂയ. ഈ ഗേഹം വിട്ടുപോയില്ലോ, ആ ഗേഹം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് പാടിയവരാ. പ്രൈസ് ദി ലോർഡ്. നല്ല ആഹാരം കഴിച്ചിട്ട് പോലും അല്ല പലരും മരിച്ചത്. ഒരു മീൻകാരൻ, ഒരു മാർക്കറ്റിലൊരു ഫിഷർമാൻ എന്നോട് പറഞ്ഞ മീൻ വിൽക്കുന്നവൻ പറഞ്ഞ, പ്രൈസ് ദി ലോർഡ്, അവിടെ ഏറ്റവും കൂടുതൽ കരയുന്നത് 50 കൊല്ലം ഗൾഫിൽ ജോലി ചെയ്തവരവിടെ വന്ന് മീന് വേണ്ടി കരയുന്നത്. 5 രൂപ കുറയ്ക്കാവൂന്നും ചോദിച്ചോണ്ട്. എന്തിനായി കരയുന്നേ? സ്തോത്രം. ഉള്ള കാലത്ത് നല്ലപോലെ എല്ലാം കഴിച്ച് പോകാൻ നോക്കുക അക്കരനാട്ടിൽ. പ്രൈസ് ദി ലോർഡ്. ഇത് ആർക്ക് കൊടുക്കാൻ? എന്തുവാ ദൈവമക്കൾ എല്ലാവരോടും ഞാൻ ഈ പറയുന്നത്, ഭൗതികത്തെ കെട്ടിപ്പിടിച്ചോണ്ട് കിടക്കരുത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നമ്മുടെ ഉള്ളം നിറയട്ടെ. നിങ്ങൾക്കറിയാമോ, ഞാൻ 2024 110 കുടുംബമുള്ളൊരു ചർച്ചിലേക്ക് എന്നെ വിളിച്ചതാ. സ്തോത്രം. ഞാൻ അതെല്ലാം വേണ്ടെന്ന് വെച്ചാണ് ഇവിടെ വന്ന് വാടക വീട്ടിൽ താമസിക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ കൂട്ടുപാസ്റ്റർമാരൊക്കെ പറയും, ശ്രീപം പാസ്റ്റർക്ക് എന്തോ പറ്റിയതാന്ന്. എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഞാൻ എൻ്റെ പ്രാണപ്രിയൻ്റെ പുറകെ ഇറങ്ങിയതാണ്.
എനിക്കെൻ്റെ യേശു മതി, എനിക്കെൻ്റെ യേശു മതി. എൻ്റെ വിളിയെ ഞാൻ ഉറപ്പാക്കി ഞാൻ മുന്നോട്ട് കാലുകളെ വെച്ചപ്പോൾ എൻ്റെ ദൈവം എന്നെ സഹായിക്കുന്നു. ഞാൻ എത്ര മണിക്ക് തീരാറായോ? തീർന്നു. അതുകൊണ്ട് സ്തോത്രം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. അതാണ് എൻ്റെ പോയിന്റ്. ഇതിലൊക്കെയും സങ്കടം വന്നാലും, പ്രതികൂലം വന്നാലും, വെല്ലുവിളി വന്നാലും, ലോപ്പസ് ബ്രദറെ, നിങ്ങൾ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ നിങ്ങളുടെ കുടുംബക്കാർ നിങ്ങളോട് എതിർത്താലും, എല്ലാവരും നിങ്ങളെ കൈവിട്ടാലും, എൻ്റെ യേശുവിൻ്റെ സ്നേഹത്താൽ നിങ്ങൾക്ക് പൂർണ്ണ ജയമാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് വൽക്കാലം ഞങ്ങളിൽ വ്യാപരിക്കട്ടെ. അത്യന്തമായ ശക്തി ഈ പട്ടണത്തിലേക്ക് വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹോളി ഹോളി റമനിയ. കരങ്ങളെ അടിച്ചാരാച്ചു മഞ്ഞ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. എൻ്റെ ഒരു സ്നേഹിതൻ നോർത്ത് ഇന്ത്യൻ മിഷന് വേണ്ടി പോയി 100 ചെറുപ്പക്കാരെ കൈവച്ച് പ്രാർത്ഥിച്ച് ഓരോ ഗ്രാമങ്ങളിൽ വിട്ടു. യേശു രക്ഷകനാണെന്നും ലാസറിനെ ഉയർപ്പിച്ചെന്ന് പറയാൻ മാത്രമേ ഒരാൾക്ക് അറിയത്തുള്ളൂ. ബൈബിൾ എന്താണെന്ന് ചോദിച്ചാൽ പോലും അറിയത്തില്ല. അദ്ദേഹം ദൈവവൈദ്യല, അദ്ദേഹം വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ യേശു രക്ഷകനാണെന്ന് പറയാൻ മാത്രമേ, യേശു രോഗസൗഖ്യം കൊടുക്കുന്ന, യേശു ഭാവികളെ, ഇത്രയും പറയാനേ പുള്ളിക്ക് അറിയത്തുള്ളൂ. എല്ലാവർക്കും ഫീൽഡ് കൊടുത്തു, ഈ പുള്ളിക്ക് മാത്രം കൊടുത്തില്ല. ഇതുപോലെ ബൈബിൾ സ്കൂളൊന്നുമില്ല, 2 ആഴ്ചത്തെ ട്രെയിനിങ് കഴിഞ്ഞങ്ങ് വിടുക. ഈ സഹോദരനെ മാത്രം മാറ്റി നിർത്തി. അവന് കൂടുതൽ ഒന്നും പറയാൻ, അവൻ കരയാൻ തുടങ്ങി. എന്നെ കൂടെ വിടണം, നിനക്ക് ബൈബിളൊന്നും അറിയത്തില്ല, നീ പോകണ്ട. ഇല്ല, എന്നെ വിട്ടേ പറ്റൂ. എന്നോട് ആ പാസ്റ്റർ പറഞ്ഞതാ. അദ്ദേഹത്തെ കൊണ്ടുവന്നൊരു വേല സ്ഥലത്താക്കി, വാടക വീടെടുത്ത് അവിടെ താമസിച്ചു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ ആക്കിയവരുടെ സ്ഥലത്തെല്ലാം ചെന്ന് ഈ ദൈവദാസൻ അന്വേഷണം നടത്തിയപ്പോൾ ഒരക്ഷരം പറയാത്തവൻ്റെ ചർച്ചിൽ 150 പേരുണ്ട് ആരാധനയ്ക്ക്. എനിക്ക് സങ്കടം വരുന്നു. എൻ്റെ കഴിവല്ല, എൻ്റെ ധനശേഷിയല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. നീ ഹോളി സ്പിരിറ്റിനാണ് നിറയപ്പെടുക. നിന്റെ നിഴല് തട്ടുമ്പോൾ രോഗികൾ സൗഖ്യമാകും. പാസ്റ്റർ, എനിക്ക് ശിവപാസ്റ്ററെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഒരു സാധാരണക്കാരനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ, സാധാരണക്കാരനാണെന്നല്ല പറഞ്ഞത്, സ്തോത്രം, ഒരു വലിയ പാസ്റ്ററൊന്നും അല്ലായിരുന്നു. എല്ലാവരും പറയുന്ന പോലെ കേമമായിട്ട് പറയാനൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇന്ന് ചർച്ചിൻ്റെ പാസ്റ്ററാണ് അദ്ദേഹം. തൻ്റെ സഭയിലേക്ക് ആത്മാക്കൾ വരുന്നത് തൻ്റെ കഴിവ് കണ്ടോണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാണത്. ഈ പട്ടണത്തിൽ ദൈവശക്തി വ്യാപരിക്കും. ഭൂതകൾ അലറിയോടും, മരിച്ചവർ ഉയർക്കും. മുടന്തന്മാർ നടക്കും, ചേടന്മാർ കേൾക്കും, അത്ഭുതങ്ങൾ നടക്കും, നെറുക്കൾ നടക്കും. അതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്തത്. ഇവിടെ വായിക്കുമ്പോൾ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇച്ചിരിയാണോ ജയം? ആണോ? കംപ്ലീറ്റ് വിക്ടറി, പൂർണ്ണ ജയം. തലമുറയുടെ മേൽ പൂർണ്ണ ജയം, ശിശുയുടെ മേൽ പൂർണ്ണ ജയം, നിന്റെ ഫാമിലി ലൈഫിൽ പൂർണ്ണ ജയം, നിന്റെ സമ്പത്തിന്റെ മേൽ പൂർണ്ണ ജയം, നിന്റെ ആരോഗ്യത്തിന്റെ മേൽ പൂർണ്ണ ജയം. ഹല്ലേലൂയ. നിന്റെ പ്രശ്നത്തിന്റെ മേൽ പൂർണ്ണ ജയം. തോൽവിയില്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ എഴുന്നേക്ക്. യേശുവിന്റെ നാമത്തിൽ എഴുന്നേക്ക്. ജൂഡാ രഗദ ഗദ. എനിക്ക് എൻ്റെ KC1 പാസ്റ്ററോട് നിന്നുകൊണ്ട് എനിക്ക് ഒത്തിരി ഗുണമുണ്ടായി. എന്നാണെന്നറിയാമോ? ഞാൻ നെഗറ്റീവായിട്ടൊന്നും കേട്ടിട്ടില്ല. ഒറ്റ യോഗത്തിന് വേണ്ടാത്തൊരു പാഴ്വാക്ക് അദ്ദേഹം പറയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവദാസനെ പാസ്റ്ററെ എന്നല്ലാതെ വേറൊന്നും വിളിക്കത്തില്ല. എത്ര ചെറിയവനായാലും പാസ്റ്ററെന്നേ വിളിക്കത്തുള്ളൂ. സ്തോത്രം.
ആരെയും താഴ്ത്തി കെട്ടി പറയത്തില്ല. താൻ ഒരു കാര്യം പറയും, പരിശുദ്ധാത്മാവ് എല്ലാവർക്കും വേണം. തൻ്റെ ഏത് യോഗത്തിന് ചെന്നാലും ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. ഈ 16 കൊല്ലം അതാണ് ഞാൻ ഡൗൺ ആയി പോകാൻ ഇത്രയും നിന്നത്. ഓ സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ആലപ്പുഴയ്ക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇഞ്ഞു പോകുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് പൂർണ്ണജയമുണ്ട്. ഇനി ഓടിച്ച് ഞാനങ്ങ് പറഞ്ഞു വിടുക. ഹല്ലേലൂയ. റോമാലേഖനം അതേ 1 കൊരിന്ത്യർ 15-ാം അധ്യായം 56-ഉം 57-ഉം വാക്യം പെട്ടെന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 56-57. ഹേ മരണമേ, നിന്റെ വിഷമുള്ള ഇവിടെ പാപം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കൺക്ലൂഷൻ, ഈ 15-ാം അധ്യായത്തിന്റെ കൺക്ലൂഷൻ, യേശുക്രിസ്തു മുഖാന്തരം ജയം. ഹലോ, സെമിട്രി വായിക്കുന്ന വാക്യങ്ങളാണ് മുകളിൽ എഴുതിയിരിക്കുന്നത്. മരണം, മരണം, മരണം. പക്ഷേ അതിന്റെ തുടക്കത്തിൽ എഴുതി വച്ചിരിക്കുന്നു, 20-ാം വാക്യത്തിൽ എഴുതി വച്ചിരിക്കുന്നു, ആദ്യ ഫലമായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അതാണ് നമ്മുടെ വിക്ടറി, ഗ്ലോറി. അതിനുശേഷം ശവസംസ്കാരം നടക്കുക. എന്നാൽ ഹല്ലേലൂയ, യേശു ക്രിസ്തു മുഖാന്തരം മരണത്തിന്മേൽ ജയം. ഹലോ, ഇന്ന് വൽക്കാലം മരണത്തിന്മേൽ യേശു മുഖാന്തരം ജയം. അവധി വെച്ച് നിന്നെ എന്നെ ഒടുക്കുവാൻ പിശാച് പദ്ധതി ഇട്ടിരിക്കുമ്പോൾ എൻ്റെ മേൽ മരണത്തിന് അധികാരമില്ല. എൻ്റെ ജീവൻ ദൈവത്തിന്റെ പാഠത്തിലാണ്. ഓ റിവലഗഡഗാസിയ, ഹല്ലേലൂയ. എൻ്റെ ജീവൻ ദൈവത്തിന്റെ പാഠത്തിലാണ്. ഞങ്ങൾ വെല്ലൂർ ചെന്നപ്പോഴേ ഇത് എങ്ങനെയാണെന്ന് അറിയാൻ ഇത് എവിടെയൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾ അതിനു വേണ്ടി ഒന്ന് പോയതാ. PJ കുര്യൻ സാർ ഞങ്ങളെ പറഞ്ഞു വിട്ടതാ. അവിടെ ജോളിയുടെ മമ്മിയുടെ കസിനാണ് പുള്ളി. അദ്ദേഹം ഞങ്ങളെ അറിഞ്ഞപ്പോൾ ഞങ്ങളെ അവിടോട്ട് വിളിച്ചു പറഞ്ഞു, മക്കളെ നിങ്ങൾ വെല്ലൂർ പോകും, ഞാൻ വിളിച്ച് പറഞ്ഞേക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ PJ കുര്യൻ സാർ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വെല്ലൂർ പോയതാണ്. അവിടെ ചെന്നപ്പോൾ നല്ലൊരു ചർച്ചിലാണ് ഞങ്ങൾക്ക് ആരാധനയ്ക്ക് അവസരം കിട്ടിയത്. അതാണ് സയോൺ സിംഗേഴ്സിൻ്റെ ചേട്ടൻ, പ്രൈസലോ, അവിടെ ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. കാര്യം ഒന്നാം പെന്തക്കോസ്ത് അസംബ്ലിയിൽ പാസ്റ്ററായിട്ടിരുന്ന് താൻ നാട്ടിൽ വന്നു. ഒരു സെൻട്രൽ പാസ്റ്ററായിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വീടുമൊക്കെ വെച്ച് പ്ലാൻ ചെയ്ത് ഇങ്ങനെ വന്നപ്പോഴാണ് ഒറ്റ മകനും ഒരു മോളേ ഉള്ളൂ. മോന് ബ്ലഡ് ക്യാൻസർ വന്നു. അങ്ങനെ വെല്ലൂർ പോയി. 78% 80% സാധ്യതയില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അന്ന് ഈ മോൻ്റെ മേ കൈവച്ച് പ്രാർത്ഥിച്ച് ഈ ദൈവാസം പറഞ്ഞു, ദൈവം എനിക്ക് ആയുസ് തരുന്നതിൽ ക്യാൻസർ രോഗികളുടെ ഇടയ്ക്ക് ഞാൻ പ്രവർത്തിച്ചോളാമെന്ന്. അങ്ങനെ വെല്ലൂർ താൻ സഭ തുടങ്ങി. നിങ്ങളാരും വെല്ലൂർ പോകുന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ തരാം. സ്തോത്രം. ആ കർത്താവിൻ്റെ ദാസൻ്റെ സഭയൊക്കെ ഒന്ന് പോയി കാണണം. സൗഖ്യം പ്രാപിച്ച ക്യാൻസർ രോഗികളാണ് അവിടെ. തൻ്റെ അസിസ്റ്റൻ്റ് പാസ്റ്റർ 14 വർഷമായിട്ട് തൻ്റെ പാങ്ക്രിയാസെ ക്യാൻസർ വന്നു, ലിവറെ ക്യാൻസർ വന്നു, ലങ്സെ ക്യാൻസർ വന്നു. വെല്ലൂർ ഹോസ്പിറ്റലിൽ തള്ളിയ ആളിനെ പുള്ളി പ്രാർത്ഥിച്ച് സൗഖ്യമാക്കി. ഇന്ന് 14 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ സഭയിലെ പാസ്റ്റർ. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ മകനെയും ദൈവം സൗഖ്യമാക്കി. അവരെല്ലാം കൂടെ കൂടിയാണ് എൻ്റെ വൈഫിൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചത്. എനിക്ക് അന്ന് മനസ്സിലായി, ഹല്ലേലൂയ, എൻ്റെ ദൈവം സകല രോഗത്തിനും മതിയായവനാണ്. ഓൾ ഡിസീസ്, എല്ലാ ഡിസീസിനും കർത്താവ് മതിയായവനാണ്. പെട്ടെന്ന് നിർത്തിയേക്കാം. ഹല്ലേലൂയ. ക്രിസ്തയേശു ഞങ്ങളെ ജയോത്സവമായിട്ട് ദൈവം നടത്തുന്നു. എപ്പോഴും ജയോത്സവമായിട്ട് നടത്തുന്നു. 2 കൊരിന്ത്യർ 2:14 വാക്യം വായിക്കണ്ട. ഞങ്ങളെ എല്ലായ്പ്പോഴും ജയോത്സവമായിട്ട് നടത്തുന്നു. ജയത്തിൻ്റെ ഉത്സവം. പ്രൈസ്. എല്ലാത്തിലും ജയം തരുന്നതെന്നാണ് പുതിയ ട്രാൻസ്ലേഷൻ. ക്രിസ്തുവിൽ കൂടെ എല്ലാത്തിലും ജയം. എപ്പോഴും നമ്മളെ ജയോത്സവമായിട്ട് നടത്തുന്നു. വെളിപ്പാട് ദിവസം 3:8 പ്രൈസ്. നിൻ്റെ മുമ്പിൽ ഞാനൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടെന്നാൽ താക്കോൽ കയ്യിലുള്ളവൻ ഞാനാണ്. റീകടക. ഇന്ന് പൽക്കാലം താക്കോലുള്ളവൻ, നിന്റെ അടഞ്ഞ വാതിൽ തുറക്കാൻ കഴിവുള്ളവൻ. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ മിനിസ്ട്രിയുടെ വാതിൽ തുറക്കുന്നവൻ. പിശാച് നന്മ അടയ്ക്കുമ്പോൾ അത് തുറന്നു തരുന്നവൻ. ഇന്ന് പൽക്കാലം യേശുവിന്റെ നാമത്തില് യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോ ബിലീവേഴ്സിനോട് ഞാൻ പറയുക, ഓരോ പാസ്റ്റർമാരോട് ഞാൻ ആത്മാവി പറയുക, നിങ്ങൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി പ്രാപിച്ചാൽ ഈ വചനം നിങ്ങളുടെ മുമ്പിൽ ലോഗോസ് ആയിരിക്കത്തില്ല, ഇത് റേമയായിട്ട് മാറും. നിങ്ങൾ പറയുന്ന വചനത്തിൽ കൂടെ രോഗശാന്തി വ്യാപരിക്കാൻ തുടങ്ങും. നിങ്ങൾ ഈ വചനം പറയുമ്പോൾ ഭൂതങ്ങൾ അലറാൻ തുടങ്ങും. ഓ റിവരാഷിയ യേശുവിന്റെ നാമത്തിൽ power of the Holy Spirit മൂവിംഗ്. ഓ റിവരാദി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ ഹോളി സ്പിരിറ്റ്, ഹോളി 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 യേശുവിന്റെ നാമത്തിൽ. ഓ വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, പവർ വ്യാപരിക്കട്ടെ. ഒരു കാര്യം, യേശുവിൻ്റെ മിനിസ്ട്രി തുടങ്ങുമ്പോഴേ ജയത്തിലാണ് തുടങ്ങുന്നത്. ഹേരോദാവിന് അവനെ കൊല്ലാൻ പറ്റിയോ? പറ. ഹേരോദാവിന് യേശുവിനെ കൊല്ലാൻ പറ്റിയോ? യേശു ജനിച്ചപ്പോൾ കൊല്ലാൻ പ്ലാൻ ഇട്ടവന്, പക്ഷെ കൊന്നോ? അവിടെ ജയം തുടങ്ങി. യേശു വളർന്നു, നസറേത്തിൽ വളർന്നു, കൊല്ലാൻ പറ്റിയോ അവർക്ക്? ആലയത്തിൽ ചെന്ന് പുസ്തകം വായിച്ചു, അവർ മലയുടെ വക്കോളം കൊണ്ടു ചെന്നു, വക്കത്തൂടെ കൊണ്ടുപോയി യേശു പിടിച്ചു തള്ളിയപ്പോൾ പുഷ് ചെയ്തപ്പം കുഴിയിലോട്ട് പോയില്ല. യേശു മൗണ്ടൻ്റെ മുകളിൽ കൂടെ നടന്നു പോയി, അവരുടെ ഇടയിൽ കൂടെ. മരണത്തിന് പറ്റിയോ അവനെ കൊല്ലാൻ? പറ്റിയില്ല. യേശു ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, സാത്താനെ ജയിച്ചു. ജയിച്ച യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അവൻ മരണത്തെ ജയിച്ചു, അവൻ പാതാളത്തെ ജയിച്ചു. ഓ സർവ ജയവും എൻ്റെ യേശുവിനാണ്. ഈ തത്തമ്പള്ളി ദേശത്തോട് ഞാൻ ആത്മാവി പറയുന്നു, ഓ ഈ ഇവിടെയുള്ള വാഴ്ചകൾക്കല്ല ജയമുള്ളത്, എൻ്റെ യേശുവിന്. ഓ എല്ലാവരും കരങ്ങളെ അടിച്ചാരായിച്ച് ശക്തമായിട്ട് ആരായിച്ച്. ഓ ഇവല ദേവേ, ഓ റിബല ദിഗല ജഗലേ, ഓ റിബല ദിഗലേ ജഗലേ, യേശുവിന്റെ നാമത്തിൽ. കർത്താവേ ഹല്ലേലൂയ, നിന്റെ ബലം വ്യാപരിക്കണമേ. ഓ നിന്റെ ശക്തി വ്യാപരിക്കണമേ. ഓ നിന്റെ കൃപ വ്യാപരിക്കണമേ. ഓടിയില്ല. ഈ പട്ടണത്തിൽ ദൈവം ഒന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആർക്ക് തടയാൻ പറ്റും? ആർക്ക് തടയാൻ പറ്റും? ഭൂമി അതിന്റെ പൂർണ്ണത ആർക്കുള്ളതാ? യഹോവയ്ക്കുള്ളതാ. ഭൂമിയുടെ വില ഇവിടെ കൂടിയെങ്കിൽ ദൈവം നിന്നെ കരങ്ങളിലെടുത്താൽ ഈ ഭൂമിയൊന്നും ദൈവത്തിന് വിഷയമല്ല. എന്നോട് കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഒരു പാസ്റ്റർ ഇവിടെ എൻ്റെ അടുത്ത് വന്നപ്പോൾ പറയുമായിരുന്നു, ഡൽഹിയിൽ ഒരു പാസ്റ്റർ വാടക വീട്ടിൽ താമസിക്കുമായിരുന്നു. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കത്തില്ല, ഒരു ഹിന്ദു ബിസിനസ്സുകാരൻ ഡൽഹിയുടെ നല്ലൊരു ഭാഗത്ത് 320 കോടി രൂപ വിലയുള്ള ഭൂമിയാണ് ഫ്രീ ആയിട്ട് കൊടുത്തത്. ഒരു ബിസിനസ്സുകാരൻ്റെ വീട്ടിൽ വിടുതൽ നടന്നതാണ്. മനസ്സിലായോ? ഒരു ഹിന്ദുവിൻ്റെ വീട്ടിൽ നടന്ന വിടുതലിൽ കോടിക്കണക്കിന് 40 സെൻറ്റ് സ്ഥലമാണ് എഴുതി കൊടുത്തത് ആരാധനയ്ക്ക്. ഹോള് വെക്കാൻ BJP ഗവൺമെൻറ്റിനെ കൊണ്ട് പെർമിഷൻ മേടിച്ചു കൊടുത്തു. ഇപ്പോൾ അതിൻ്റെ ഹോള് പണി നടക്കുക. സ്തോത്രം. എത്ര കോടികളെന്നറിയാമോ ദൈവം കൊടുത്തത്? ഓ ദൈവത്തിന് പ്രവർത്തിക്കാൻ വയ്യെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെതാ എല്ലാം, സാത്താനെ നിന്റേതല്ല. എൻ്റെ യേശുവിൻ്റെ വകയാണ് ഭൂമി. ഹല്ലേലൂയ. സകലതും എൻ്റെ അപ്പച്ചൻ്റെ വകയാ. ഞാൻ ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുന്നു, ഈ ദേശത്തുള്ള കോട്ട മതിൽ വീഴണം. യേശുവിൻ്റെ നാമം ജയം. നമുക്കെല്ലാവർക്കും ഇവിടെ കരങ്ങൾ ഉയർത്തി ഒന്ന് പിടിക്കാം. എല്ലാവരും ധൈര്യമായിട്ട് ഉയർത്തി പിടിച്ചു. ഇപ്പോൾ ഈ പറയുന്ന സാത്താൻ ഇഷ്ടപ്പെടത്തില്ല, എൻ്റെ കർത്താവിന് ഇത് ഇഷ്ടപ്പെടും. നമുക്കൊന്നിച്ച് പറയാം, യേശുവിൻ്റെ നാമത്തിൽ, ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ നാമത്തിൽ സാത്താന്റെ മേലും അവന്റെ സൈന്യത്തിന്റെ മേലും സകല രോഗത്തിന്മേലും സകല ദാരിദ്ര്യത്തിന്റെ മേലും സകലത്തിന്റെ മേലും ഞങ്ങൾ ജയം പ്രാപിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാര നാമത്തിൽ എന്റെ കുടുംബത്തിനകത്ത്, എന്റെ തലമുറയിൽ ഇന്നു മുതൽ ഒരു വിടുതൽ വ്യാപരിക്കുന്നു. ആമേൻ. 3 പ്രാവശ്യം ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാത്തിലും ജയം പ്രാപിക്കുന്നു. കാര്യം ജയവീരൻ നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടി ഹല്ലേലൂയ പറയാം. എനിക്ക് സമയം അനുവദിച്ചു തന്ന ഈ കുടുംബത്തിലെ അങ്കിളിനോടും
ബഹുമാനപ്പെട്ട പാസ്റ്ററോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ വചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് യേശു മുഖാന്തരമാണ് ജയം നൽകുന്നത്. ഹല്ലേലൂയ. സാത്താൻ പരാജയപ്പെട്ടവനാണ്, യേശു ജയിച്ചവനാണ്. ഹല്ലേലൂയ. ആമേൻ. യേശുവിന്റെ രക്തം നമ്മുടെ പാപങ്ങളെ മോചിക്കും. ഹല്ലേലൂയ. ആമേൻ. സ്വന്തം തന്റെ മക്കൾക്ക് യേശുക്രിസ്തുവിലൂടെ മാത്രമേ ജയമുള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ വീണ്ടും കേട്ടു നമ്മുടെ ലീഡർ ലീഡർ ജയിച്ചവനാണ്. ഹല്ലേലൂയ. ആമേൻ. തോറ്റവനല്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കേട്ടു ക്രിസ്തുവിന്റെ സ്നേഹം. ഹല്ലേലൂയ. കർത്താവായ യേശുവിലൂടെ ആമേൻ നമ്മെ സ്നേഹിച്ച ദൈവം. ഹല്ലേലൂയ. ആ യേശു ക്രിസ്തു മുഖാന്തരം നാം സകലത്തിലും ജയം നേടിയിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ദൈവമായിട്ടൊരു ആത്മ